71ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് വള്ളംകളിയുടെ ഏറ്റവും ആവേശകരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. യൂസേഴ്സ് ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പോൾ പുന്നമട കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരിച്ചാൽ എന്ന കരുത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഫൈനലിലേക്ക് മറ്റ് 4 വള്ളങ്ങൾ കടന്നു വരുന്നു. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, നിരണം, നടുഭാഗം, വിയ്യപുരം. ഇങ്ങനെ ആ വള്ളങ്ങൾ യഥാക്രമം മേപ്പാടൻ, നിരണം, ചുണ്ടൻ, പുന്നമട എന്നിങ്ങനെയാണ്. ആ ചുണ്ടങ്ങൾ വള്ളങ്ങൾ വരുമ്പോൾ കാരിച്ചാലില്ല. എന്നാൽ പോലും കാരിച്ചാൽ ഉൾപ്പെടെയുള്ള മറ്റു വള്ളങ്ങൾ 21 വള്ളങ്ങളിലെല്ലാം യൂസേഴ്സ് ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മത്സരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കായൽപ്പരപ്പിനെയും ആവേശത്തോടുകൂടി തന്നെ കാണുന്ന വള്ളംകളി പ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്ന രീതിയിലേക്കാണ് ഇത് മാറുന്നത്. കണ്ണൻ നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ തവണ 4.14 സെക്കൻഡ് കൊണ്ടാണ് വന്നിട്ടുള്ളെങ്കിൽ ഇത്തവണത്തെ ഏറ്റവും മികച്ച സമയം പോലും 4:20 എന്നുള്ളതാണ് കാണേണ്ടത്. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിൻ്റേതാണ്. അത് പുന്നമടക്കാരാണ്, പുന്നമട ആതിഥേയരാണ്. അവരാണ് ഒന്നാമത് ഹീറ്റ്സിലെത്തിയിരിക്കുന്നത്. കാര്യം അവർ വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രമാണ്. പക്ഷേ പുന്നമടയിലേക്ക് എത്തിയിരുന്നില്ല. അവർ ചമ്പക്കുളത്തായിരുന്നു പ്രാക്ടീസ്. ആ ചമ്പക്കുളത്ത് ആറ്റിൽ തുഴഞ്ഞു വന്ന ആൾക്കാരാണ്. അവർക്ക് ചില ട്രിക്കുകൾ ഉണ്ടായിരിക്കും. ആ ട്രിക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തുഴഞ്ഞത്. ആ ട്രിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ 1ാം സ്ഥാനത്തേക്ക് വന്നത്. ഇനി വരാൻ പോകുന്ന ഫൈനലിലേക്കുള്ള പോരാട്ടമാണ്. പക്ഷേ അരൂമ്പ് 3rd ലൂസേഴ്സ് ഉണ്ട്, 2nd ലൂസേഴ്സ് ഉണ്ട്, 1st ലൂസേഴ്സ് ഉണ്ട്. അതിന് പിന്നാലെ മാത്രമാണ് 1st ലൂസേഴ്സിനാണ് എൻ്റെ കാര്യത്തിലുള്ളത് കേട്ടോ. അതിനുശേഷം മാത്രമാണ് ഫൈനലിലേക്ക് വന്നത്. ഈ പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആ വള്ളം 1ാം സ്ഥാനത്തേക്ക് വന്നെങ്കിൽ 4.2094 സെക്കൻഡ് കൊണ്ട് അതിൽ 1ാം സ്ഥാനത്തേക്ക് വന്നത് നടുഭാഗം ചുട്ടനാണ്. എവിടെ നിന്നുള്ള വള്ളമാണ്? നടുഭാഗം ചുട്ടനിലാണ് ആദ്യമായി ജവഹർലാൽ നെഹ്റു ചാടിക്കേറിയത്. ആ വള്ളം 1952 ജയിച്ച വള്ളമാണ്. ഇവിടെയല്ല, വട്ടക്കായലിൽ, കുട്ടനാട്ടിലെ വട്ടക്കായലിൽ നിന്ന് 9 വട്ടക്കായലുകളുണ്ട്. ആ വട്ടക്കായലിൽ ജയിച്ചു വന്ന വള്ളമാണ് നടുഭാഗം. അതിനുശേഷം ആ വള്ളത്തിന് ജയിക്കാൻ സാധിച്ചത് PBCയുടെ നെഞ്ചിലേറിയാണ്, തേരിലേറിയാണ് 2019. സ്വാഭാവികമാണ്. അത്തരം വലിയ അവകാശവാദങ്ങൾ എപ്പോഴും അന്നും ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഈ വള്ളങ്ങളുടെ ഏറ്റവും കൂടുതൽ നമ്മളിത് ആദ്യം മുതൽ തന്നെ കാണുമ്പോൾ വള്ളംകളിയെ സ്നേഹിക്കുന്നവർ, വള്ളംകളിയുടെ ആവേശത്തോടുകൂടി കാണുന്നവർ, വള്ളംകളിയുടെ ആരാധകരായി വന്നിട്ടുള്ള എല്ലാവരും തന്നെ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നു മേപ്പാടൻ പിടിക്കുമെന്ന് പറയുന്നു. പക്ഷേ അവർ 4.22 വന്നത്. അതിനേക്കാളും മുകളിലേക്ക് ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങളിൽ പോലും ഒരുപക്ഷെ ഇതിനേക്കാളും കുറഞ്ഞ സമയത്തിൽ ഈ ദൂരം അളവ് കൃത്യമായി ആ ഓളപ്പരപ്പിനെ, ഒളിമ്പിക്സിനെ കൃത്യമായി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവുമെങ്കിൽ അതിനെ ആർക്കും ഒന്നുമേ പറയാൻ വേണ്ടി സാധിക്കില്ല. അത്രമാത്രമാണ് ഇതൊരു ഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഭാഗ്യമാണ്. കാരണം നേരെ നിങ്ങൾ കാരിച്ചാലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ കാരിച്ചാലിന് ഫൈനൽ പോലും കാണാതെ പുറത്തായെങ്കിൽ പോലും കാരിച്ചാലിനെ ആരാധിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കാരിച്ചാലിൻ്റെ പ്രേമികൾക്ക് അന്നും ഇന്നും ഏറ്റവും കരുത്താർന്ന വിജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കായൽ രാജാവ് ആരാണ്? കായലത്തിലെ വേഗത ആർക്കാണ്? കായലിനെ സ്നേഹിക്കുന്ന ആരാണ്? ഇതൊരു വേഗതയുടെ യാത്രമാണ്. എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല ഇത്. ആ തുഴഞ്ഞു വരുന്ന തുഴ ഏതെന്നറിയോ? അത് കൊല്ലക്കാരുടെ തുഴയാണ്. കുട്ടനാട്ടുകാരുടെ പാടിത്തുഴയല്ല, കൊല്ലക്കാരുടെ കുത്തിത്തുഴയാണ്. ചിലപ്പോൾ അത് 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള വള്ളമാണ്. ഏത് വള്ളമാണ് എന്ന് പറയാൻ അസാധ്യമാണ്. രണ്ടും കുത്തിത്തുഴയാണ്, രണ്ടും കുത്തിത്തുഴഞ്ഞു വരികയാണ്. പാടിത്തുഴ മാറി കുത്തിത്തുഴയാണ്. പാടിത്തുഴഞ്ഞു വരുന്നവരും കുത്തിത്തുഴഞ്ഞു വരുന്നവരും അപരം മുകളിലേക്ക് വിശിയിട്ട് സ്പിന്നായിട്ട് തുഴയുന്നവരും എല്ലാം ഈ തുഴച്ചിലുണ്ട്. അത് ഓരോ ക്ലബിനുമുണ്ട്. കോട്ടയത്തിനുണ്ട്, കൊല്ലത്തിനുണ്ട്, കോട്ടയത്തിനുണ്ട്, പത്തനംതിട്ടയ്ക്കുണ്ട്, അപ്പർ കുട്ടനാടിനുണ്ട്, നിരണത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ ജില്ലകളിലെയും ഈ കായലിനെ അറിയുന്നവർ, പമ്പാ നദി അറിയുന്നവർ, വേമ്പനാട്ട് കായലിനെ, പുന്നപ്പട കായലിനെ എല്ലാം അറിയുന്നവർക്ക് ഇത് കൃത്യമാണത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം നൽകുകയാണ്. വേണ്ട, കൊള്ളപ്പാടില്ല, ഒറ്റയടിക്ക് മുന്നോട്ട് തന്നെ തൊഴിലെറിഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടി അവർ പോവുകയാണ്. യൂസേഴ്സ് ഫൈനലാണെന്ന് അവർ നോക്കുന്നില്ല. ഏറ്റവും മികച്ച സമയം കൊയ്തുകൊണ്ട് ആ 3 വള്ളങ്ങളും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ ആരാണ് വിജയിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ വാശിയോടുകൂടി പോരുകയാണ്. കട്ടയ്ക്ക് പോവുകയാണ്. ഇത് ലൂസേഴ്സ് ഫൈനലാണേലും ആവേശത്തിന് ഒരു കുറവുമില്ല. 1ാം ട്രാക്കിൽ നിന്ന് വന്ന വള്ളം, 1ാം ട്രാക്കിൽ നിന്നുണ്ടല്ലോ ഉന്നിച്ചു നിൽക്കുന്ന വള്ളപ്പൂമ്പ്. ഹിമാലയത്തിന്റെ ഔന്നത്യം അളക്കാൻ നമുക്ക് പറ്റില്ല. ഒക്ടോവിയ പാസിന്റെ കവിതയുടെ ആർദ്രത അളക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പുന്നമട കായലിലേക്ക് വള്ളത്തിലെത്തുന്ന ഓരോരുത്തർക്കും അവരുടെ ആവേശം എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് നടക്കുന്നത്. അതൊരു പക്ഷേ ലൂസേഴ്സ് ഫൈനലായിരിക്കാം, അതൊരു പക്ഷേ ഹീറ്റ്സ് മത്സരമായിരിക്കാം, അതൊരു പക്ഷേ ഫൈനൽ മത്സരമായിരിക്കാം. എങ്കിൽ പോലും ആ ആവേശം അതേപടി തുഴച്ചിലുണ്ട്.
അതേപടി കായലിലുണ്ട്, അതേപടി ആ വെള്ളത്തിലുണ്ട്. അതാണ് ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.